ഹായ്, വെൽക്കം മൈ ചാനൽ കിച്ചൺ ഓപ്പൺ. ഇന്ന് നമുക്ക് നല്ല തേങ്ങ അരച്ചൊരു മീൻ കറി ആയാലോ. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് തേങ്ങയാണ്. ഇതിപ്പോൾ ഒരു 1.5 മുറി തേങ്ങ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 10 ചുമന്ന ഉള്ളി, 2 പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പുളിയാണ്. നമ്മുടെ അയിലമീൻ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് തേങ്ങ വറുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അതിന് ശേഷം നമ്മളിതിലേക്ക് ഉള്ളി അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം എന്താ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്ര ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കോരി, ഇത്രയും മതിയാവും. ഇത് ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ആ കോരി മാറ്റി കഴിഞ്ഞിട്ടുള്ള ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഒരുപാട് അങ്ങ് ഗോൾഡ് കളർ ആവരുത്. അതിന് മുന്നേ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. ഒരു കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓഫ് ചെയ്യണം. ഈ ഒരു രീതിയിൽ മതിയാവും. ഇതേ കണ്ടില്ല, എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ 2 അല്ലി കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് അങ്ങ് മിക്സ് ചെയ്യാനാണ്. ഇതേ കണ്ടില്ല. പിന്നെ ഇതിന് ശേഷം നമുക്ക് വേണ്ടുന്നത്, നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഈ ചട്ടിയുടെ ഒരു ചൂട് ഇതിനകത്ത് എന്തായാലും കാണും. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ തേങ്ങയുടെ കൂട്ട് റെഡിയായി. ഇനി നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്കുള്ള തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ട് നമ്മുടെ അരപ്പ്, ഈ മീൻ കറിയിൽ ചേർക്കാനുള്ള മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ മീനിനകത്തേക്ക് ഇടാൻ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് നല്ല പറ്റി വരട്ടെ. അതിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അയില ഇട്ട് പറ്റിച്ച മീൻ കറി റെഡി.